നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉള്ളവർക്ക് അവിടെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ വായന കാണുവാൻ തോന്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ സത്യസന്ധമായ ചിന്തകൾ, അതായത് നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഫീലിങ്സ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചിലവർക്ക് ചില വീഡിയോസ് കാണുമ്പോൾ കാണാൻ തോന്നിക്കില്ല, ചിലവർക്ക് കാണണം എന്നും തോന്നും. അത് നിങ്ങളുടെ സോള് പറയുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചില കാര്യങ്ങൾ അറിയേണ്ടതും ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതും ആണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം. അപ്പോൾ ചില വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കാണണ്ട, മനസ്സ് പറയും ഇത് കാണണ്ട അല്ലെങ്കിൽ മടുക്കുന്നു എന്നുള്ള രീതിയിൽ. ചില വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് മുഴുവനും കാണണം എന്നുള്ള മനസ്സ് വരികയും ചെയ്യും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതും ചില കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു കാര്യം അറിയേണ്ട സമയമല്ല എന്നുള്ളതും കൂടെ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്, ഈ ഒരു വായന നിങ്ങൾക്ക് കാണാൻ തോന്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് ആണ്, നിങ്ങളോടുള്ള സത്യസന്ധമായ ചിന്തകളെക്കുറിച്ചുള്ള വായനയാണ് ചെയ്യുവാനായി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നല്ലതുപോലെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ കാണുവാനായി ശ്രമിക്കുക. ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള കോൺഫിഡൻസ് ആണ് ഇവിടെ വളരെയധികം ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെയധികം ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് എംപ്രസ് കാർഡാണ് ലഭിച്ചിട്ടുള്ളത്. കിരീടമണിഞ്ഞ് വളരെ സുന്ദരിയായി, അതീവ സുന്ദരിയായി, നല്ലൊരു പദവിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ. ഈ ഒരു വായന കാണുന്ന സ്ത്രീകളായ നിങ്ങളാണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്നത് പുരുഷന്മാരെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ കാരണവും നിങ്ങളുമായി ഒന്നിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടും തന്നെ ഈ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളോട് സന്തോഷത്തോടെ പെരുമാറാനോ സമാധാനത്തോടു കൂടി നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാനോ ഈ വ്യക്തിക്ക് പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. കാരണം നമുക്ക് ആദ്യത്തെ ആ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് കാണുകയാണെങ്കിലും ഈ വ്യക്തി കുറച്ച് ടയേർഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. യുദ്ധം ചെയ്യുന്ന ഒരു പോരാളിയുടെ മനസ്സാണ് ഈ വ്യക്തിക്ക് ഉള്ളതെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഈ വ്യക്തി കുറച്ച് ലോ എനർജിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും പ്രതീക്ഷയും അതുപോലെ കോൺഫിഡൻസും വിജയിക്കണം എന്നുള്ള ആ ഒരു മനോഭാവവും ഈ വ്യക്തിയെ വിട്ട് ഒരിക്കലും പോകില്ല. വളരെയധികം ഫയർ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ ഊർജം എന്ന് പറയുന്നത്, ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലേക്ക് അല്ലെങ്കിൽ അത് കൈകളിലേക്ക് എത്തിപ്പിടിക്കുന്നത് വരെ നല്ല രീതിയിൽ പ്രയത്നിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനോഭാവമുള്ള ഒരു പോരാളിയുടെ മനസ്സായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടാകണം. ഇവിടെ നമുക്ക് കല്യാണത്തെ സൂചിപ്പിക്കുന്ന മെസ്സേജൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ നിന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല, വേറെ ആർക്കും നിന്റെ മേൽ അവകാശം വെക്കാനും സാധിക്കില്ല. അങ്ങനെയുള്ള പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നതായിട്ട്
നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് ഈ വ്യക്തി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള പലതരത്തിലുള്ള തടസ്സങ്ങൾ ഈ വ്യക്തിയെ, ചിലവർക്ക് അത് ഏറ്റവും വലിയതായിട്ടുള്ള തടസ്സങ്ങളാണ്, പക്ഷെ മറ്റു ചിലർക്ക് ചെറിയ രീതിയിലുള്ള ഒരു തടസ്സം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജാതക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, പാരമ്പര്യ ദോഷ സംബന്ധമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്യാസയോഗം അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാലും ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ വിജയം നേടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള സത്യസന്ധമായ വികാരം അല്ലെങ്കിൽ ഫീലിങ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ മറന്നു പോകുന്നുണ്ടാകാം, നിങ്ങളുമായി ചെലവഴിക്കുവാൻ ഈ വ്യക്തിക്ക് സമയം ലഭിക്കുന്നില്ലായിരിക്കാം, പല കാര്യങ്ങൾക്കും ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്, അതിലേക്ക് മുഴുകി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അത്രയും ആഴമേറിയ വികാരങ്ങൾ തന്നെയാണ്. അത് പെട്ടെന്ന് മറ്റാരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ അപ്പോൾ തന്നെ ഉപേക്ഷിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് വേറെ വ്യക്തിയെ സ്വീകരിക്കാനോ, മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിക്കുവാനോ അത്രയും മനസ്സുള്ളൊരു വ്യക്തിയല്ല ഈ പേഴ്സൺ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും തന്ന വാക്ക് പാലിക്കുന്ന, വളരെയധികം സത്യമുള്ള അല്ലെങ്കിൽ സത്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ഈയിടെയായിട്ട് വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് പോലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയെ മാനസികപരമായിട്ട് തളർത്തുവാനും തകർക്കുവാനും വേണ്ടിയിട്ട് മറ്റു പല, അതായത് അസുരന്മാർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടേഴ്സ്, അങ്ങനെയുള്ള വ്യക്തികൾ ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ വേണ്ടിയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ വ്യക്തിയെ വളരെയധികം നിരുത്സാഹപ്പെടുത്തുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ടവർ കാർഡ് നമ്മൾക്ക് തലകുത്തനെയാണ് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറമായി മൂർച്ചയേറിയ വാളും വിജയിച്ചു നിൽക്കുന്ന കൈകളെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് പ്രത്യേക കഴിവുള്ളതുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു പാഷൻ എന്ന് പറയുന്നത്, അട്രാക്റ്റീവ് ആയിട്ടുള്ള മനോഭാവം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ തുടച്ചു നിൽക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് അത് സ്വീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ വ്യക്തി ഒരുപക്ഷെ വേറെ കല്യാണം കഴിഞ്ഞും പോയിട്ടുണ്ടാകാം, അങ്ങനെയുള്ളവരും ഈ ഒരു വായന കാണുന്നുണ്ടാകാം. അതിലാണെങ്കിൽ പോലും മറ്റു പലവരും പറഞ്ഞറിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം ഈ വ്യക്തി വേറൊരു ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ പോലും അതിൽ സന്തോഷത്തിലല്ല, സംതൃപ്തിയിലല്ല എന്നുള്ള സത്യം. ഇപ്പോൾ തികച്ചും വളരെയധികം യാദൃശികമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയതെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് ആദ്യം നിങ്ങളോടുണ്ടായിരുന്ന അത്രയും ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു ചിന്ത, നിങ്ങളെ കല്യാണം കഴിക്കണം, നിങ്ങളെ കൂടെ കൂട്ടണം, ജീവന്റെ പാതിയാക്കണം, ദാമ്പത്യ ജീവിതം വേണം, കുട്ടികളും ഒക്കെ ഒത്തുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം, ആ ഒരു എനർജിയിൽ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും നിൽക്കുന്നത്. അതൊരു പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരം ഇപ്പോൾ കുറച്ചിട്ടുണ്ടാകാം, വളരെ കുറവ് മാത്രമേ സംസാരിക്കുന്നുള്ളായിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾ ഓർത്തുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ കേട്ടുകൊണ്ടോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും ഈ വ്യക്തിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് ഇതിനോടകം നിങ്ങൾക്ക് ഈ വ്യക്തിയെ മനസ്സിലായിട്ടുണ്ടാകണം. വളരെയധികം ഒരു ബുദ്ധിശാലിയായ ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങളും ഈ വ്യക്തി നിങ്ങൾ പോലും അറിയാതെ ചെയ്യാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. അത് മുന്നോട്ട് കല്യാണത്തിലേക്കുള്ള കാര്യമായിരിക്കാം,
അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന മോശപ്പെട്ട സാഹചര്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും പോസിറ്റീവായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടും പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും വലിയ മെസ്സേജാണ് മാരേജ് കാർഡ് കിട്ടിയിട്ടുള്ളത്. അതിൽ വിജയിച്ചു നിൽക്കുന്ന 2 കമിതാക്കളെയും ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വായന നിർത്തുകയാണ്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി. ഗോഡ് ബ്ലെസ് യു.